വെൽക്കം, താഹിമാനാണ്. ഒട്ടക്കോയിഡ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ സിറട്ടോണിനെ കുറിച്ചിട്ടുള്ള ആദ്യ വീഡിയോ ആണ്. 5HT എന്നാണ് സിറട്ടോണിന്റെ മറ്റൊരു പേര്, പ്രധാനപ്പെട്ട പേര്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ സിറട്ടോൺ എങ്ങനെ ഉണ്ടാകുന്നു, ബയോസിന്തസിസ് ഓഫ് സിറട്ടോണിൻ പറയും, ബയോസിന്തസിസ് പറയണം, പിന്നെ എങ്ങനെ നശിപ്പിക്കപ്പെടുന്നു, മെറ്റബോളിസം ഓഫ് സിറട്ടോണിൻ നമ്മൾ പറയണം. സോ ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ എന്തെല്ലാം മരുന്നുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് റോൾ ഓഫ് സിറട്ടോൺ ആണ്. ഫിസിയോളജിക്കൽ റോൾ പറയണം, പത്തോളജിക്കൽ റോൾ പറയണം, ദെൻ അതിൻ്റെ കൂടെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് മിക്സ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു പോവുക. ദെൻ സിറട്ടോണിന്റെ റിസപ്റ്റേഴ്സ് ആൻഡ് ഡ്രഗ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ദെൻ പിന്നീട് നമ്മൾ ഓരോ ഡ്രഗ് ഗ്രൂപ്പും സാധാരണ പറയുന്ന പോലെ സെപ്പറേറ്റ് വീഡിയോയിലായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. പേര് സിറോട്ടോൺ ആണ്. സിറോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു സിറം, ബ്ലഡ് സിറം, അതിലുള്ളത് എന്നാണ് അർത്ഥം. ടോണിൻ മീൻസ് ചുരുക്കുന്നത്. ആരെയാണ് ചുരുക്കുന്നത്? ബ്ലഡ് വെസൽസിന് ചുരുക്കുകയാണ്. സോ വാസോ കൺസ്ട്രിക്ഷൻ ആണ് പ്രധാനപ്പെട്ട ആക്ഷൻ. എങ്കിലും ചിലയിടങ്ങളിൽ വാസോ ഡയലറ്റേഷനും ഉണ്ടാക്കും എന്ന് നമ്മൾ പിന്നീട് പറയും. ഇത് 1930 കണ്ടുപിടിച്ചത് വിക്ടോറിയോ എസ്പാമർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതേസമയം വൈറ്റിലെ എൻറ്ററോക്രൊമാഫിൻ സെൽസിൽ നിന്ന് ഒരു സാധനം ഇതേപോലെ കണ്ടുപിടിച്ചു. അതിന് നമ്മൾ ആദ്യം പേരിട്ടത് എൻറ്ററമിൻ എന്നാണ്. പിന്നീട് നമുക്ക് മനസ്സിലായി എൻറ്ററമീനും ഈ സിറോട്ടോണിനും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ അപ്പോൾ ഇപ്പോൾ ദിസ് ഈസ് സിറോട്ടോണിൻ ആണ്. 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എന്നാണ് മറ്റേ പേര്. സോ രണ്ടും ഒന്നാണ്, രണ്ട് പേരുകൾ, സിറോട്ടോണിൻ ഏലിയാസ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ. അപ്പൊ ഇനി ശരീരത്തിൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ, ഇത് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ ശരീരത്തിൽ ഒരുവിധം എല്ലാ ഭാഗത്തും ഉണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഒന്ന് വയറ്റിനകത്തെ മ്യൂക്കോസയിലുള്ള എൻറ്ററോക്രൊമാഫിൻ സെൽസിലാണ്. ഏറ്റവും അധികം ഇവിടെയാണ്. 90% അധികം എൻറ്ററോക്രൊമാഫിൻ സെൽസിലാണ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഉള്ളത്. ആൻഡ് ഇവിടെ ഉണ്ടാകുന്നതിന് ഓട്ടോകോഡ് ആക്ഷൻ ഉണ്ട്, പക്ഷേ ഇത് ബ്ലഡിലേക്ക് കടക്കാം. അവിടെ ബ്ലഡ് അതിലൂടെ കടക്കുമ്പോൾ ബ്ലഡിനകത്തേക്ക് കടക്കും. സോ ഈ ബ്ലഡ് വെസൽസിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലഡിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സ്. സോ രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ഇത് കുറച്ച് അകത്താക്കും, കുറച്ച് സ്വന്തമാക്കി സൂക്ഷിക്കും. അപ്പോൾ അതിനെ നമ്മൾ അപ്ടേക്ക് എന്നാണ് പറയാം. പ്ലേറ്റ്ലെറ്റ്സ് ഇത് അപ്ടേക്ക് ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സിന് നമുക്കറിയാം ന്യൂക്ലിയസ് ഒന്നും ഇല്ല, അതുകൊണ്ടോ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അപ്ടേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാം സ്ഥലം പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇവിടെ കുറവാണ്, എങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സിൽ ഇറ്റ്സ് ആക്സസ് ആൻ ഓട്ടോകോയിഡ് ആണ്. ഓട്ടോകോയിഡ് ഒരു ലോക്കൽ ഹോർമോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഓട്ടോകോയിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സിനേക്കാൾ കൂടുതലുള്ള സ്ഥലം നമ്മുടെ ബ്രെയിൻ ആണ്. ബ്രെയിനകത്ത് പല സ്ഥലങ്ങളിലും ഇത് ഉണ്ട്. ബ്രെയിനിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം, ബ്രെയിനിലുള്ള ന്യൂറോണിന് സ്വന്തമായിട്ട് എടുക്കാം. ഇപ്പൊ ബ്ലഡിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ന്യൂറോൺസ് ഇത് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് ബ്രെയിനിൽ ഇത് എവിടെയാണ്, എങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റെം. ഇപ്പൊ നമ്മൾ ബ്രെയിൻ എന്ന് വരയ്ക്കുകയാണ്. ബ്രെയിൻ സ്റ്റെമ്മിലെ ഇത് സ്പൈനൽ കോർഡ്, ഇത് മെഡുല്ല, ഇത് പോൺസ്, ഇത് മിഡ് ബ്രെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ബ്രെയിൻ ആണെന്ന് വിചാരിച്ചാൽ ബ്രെയിൻ സ്റ്റെമ്മിലെ ഇവിടെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം, അവിടെ ഉള്ള റാഫേ ന്യൂക്ലിയെ എന്ന് പറയുന്ന ഭാഗം. റാഫേ ന്യൂക്ലിയെ മാഗ്ന സെല്ലുലാരിസ് എന്നാണ് ഫുൾ പേര്, എങ്കിലും റാഫേ ന്യൂക്ലിയെ ഇവിടെ നിന്നാണ് സാധനം ഉണ്ടാകുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രെയിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ റേഡിയേഷൻസ് പോലെ ഇവിടെ നിന്നാണ് എല്ലാ ന്യൂറോണും ആരംഭിക്കുക. ആൻഡ് റേഡിയേഷൻസ് പോലെ എല്ലാ ബ്രെയിൻ്റെ ഭാഗത്തേക്കും ഈ ന്യൂറോൺസ് പോകുന്നുണ്ട്. സോ ഈ റേഡിയേഷൻസിനകത്ത് ഇവിടെ എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് അവിടെ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അവൻ ഓട്ടോകോയിഡ് അല്ല, ഇവിടെ അവൻ പ്യുവർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ ഇൻ ദ ബ്രെയിൻ ദിസ് ആക്സസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇനി ബ്രെയിനിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് നെർവുകൾ പോകുന്നുണ്ടല്ലോ, ന്യൂറോണുകളുടെ അറ്റം. അതിന്റെ ന്യൂറോണുകളുടെ അറ്റത്തും അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് പോകുന്ന ചില സെൻസറി നെർവുകളിലും ഇത് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. 5HT ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഉള്ള സ്ഥലങ്ങൾ. സോ 90% GAT-യിലാണ്, ദെൻ 5% ബ്രെയിനിലുണ്ട്, കുറച്ച് പ്ലേറ്റ്ലെറ്റ്സിലുണ്ട്. സോ ബാക്കി എല്ലായിടത്തും കൂടിയാണ് ബാക്കിയുള്ളത്. സോ ഇതാണ് ഇതിന്റെ ഒരു കണക്ക്. ഇനി ഇത് അല്ലാതെ നമ്മുടെ മനുഷ്യ ശരീരത്തിലല്ലാതെ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കടന്നൽ, തേനീച്ച, തേൾ, സോ ഇതൊക്കെ നമ്മൾ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ വിഷത്തിനകത്ത് ഈ സംഭവം ഉണ്ട്. ദെൻ ഇൻവേർട്ടിബ്രേറ്റ്സ് അവിടെയൊക്കെ ശരീരത്തിനകത്ത് ഉണ്ട്. ദെൻ നമ്മുടെ ബനാന, പഴത്തിനകത്തുണ്ട്, പൈനാപ്പിളിൽ ഒരുപാടുണ്ട്, പിയർ, ദെൻ നമ്മുടെ തക്കാളി, ടൊമാറ്റോയിൽ സാധനമുണ്ട്, നട്ട്സുകളിലൊക്കെ ഒരുപാടുണ്ട്, ദെൻ സ്റ്റിങ്ങിങ് നെറ്റിൽ, കൗഹേജ്, മീൻ, മുട്ട, റെഡ് മീറ്റ്. സോ ഇവിടെയൊക്കെ ഈ സാധനം 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഈ സ്ഥലങ്ങളിലെല്ലാം 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എങ്ങനെയുണ്ടാകുന്നു, ബയോസിന്തസിസ്. സോ 5HT ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അമിനോ ആസിഡിൽ നിന്നാണ്. അമിനോ ആസിഡ് ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അതിന്റെ പേര് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്, കൃത്യമായിട്ട് പറഞ്ഞാൽ L-ട്രിപ്റ്റോഫാൻ ആണ്. L-ട്രിപ്റ്റോഫാനിൽ നിന്ന് ഭക്ഷണത്തിൽ കിട്ടുന്ന L-ട്രിപ്റ്റോഫാനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. സോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈസ് L-ട്രിപ്റ്റോഫാൻ ആണ്.
ട്രിപ്റ്റോഫാൻ നമ്മൾ അമിനോ ആസിഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമിനോ ആസിഡിൽ ഇതൊരു ഇൻഡോൾ സ്ട്രക്ചർ ഉള്ള അമിനോ ആസിഡ് ആണ്. സോ ഈ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സ്ട്രക്ചർ ഞാൻ നടുവിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഫിനോൾ ഗ്രൂപ്പാണ്. ദെൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നൈട്രജൻ ഇവിടെ ഇടുക. ദെൻ പിന്നെ ഉള്ളത് അമിനോ ആസിഡ് ആണ് 2C. ഇവിടെ ഒരു NH2 ദെൻ COOH. ഇവിടെ ഒരു H കൂടി ഉണ്ട്. ഇവിടെ H ഇട്ടണം കേട്ടോ. ഞാൻ ഇങ്ങനെ മാത്രം വരയ്ക്കത്തുള്ളൂ. സോ ദിസ് ഇസ് ട്രിപ്റ്റോഫാൻ ആണ്. ഈ ട്രിപ്റ്റോഫാനിൽ ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇത് അമിനോ ആസിഡാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്കൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ട്രിപ്റ്റോഫാനിലാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ച് പിടിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഈ പണി വൃത്തിയായിട്ട് ചെയ്യും. അത് 5ാമത്തെ പൊസിഷനിലാണ്. ഇത് 1 2 3 4 5. സോ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇവൻ 5 ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ആയി. വെറും ട്രിപ്റ്റോഫാൻ അല്ല, ഇവൻ 5 ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ആണ്. ഇപ്പോഴും ഇതിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇതിൽ നിന്ന് ആസിഡ് ഗ്രൂപ്പ് മാറ്റുക. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെ അങ്ങ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അമീൻ മാത്രമായിരിക്കും കിട്ടുക. സോ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് മാറ്റുന്ന എൻസൈം, അതിന്റെ പേര് എന്താണ്? ഡീകാർബോക്സിലേസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഡീകാർബോക്സിലേസ് എൻസൈം. ഏതിൽ നിന്നാണ്? 5 ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാനിൽ നിന്നാണ് നമ്മൾ മാറ്റുക. അപ്പോൾ അതുകൊണ്ട് 5 ഹൈഡ്രോക്സി ഡീകാർബോക്സിലേസ് എന്ന എൻസൈം ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് സംഭവം കിട്ടും. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഫിനൈൽ ഗ്രൂപ്പ് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട് പുതിയതായിട്ട്. ഇവിടെ N ഉണ്ട്. ദെൻ ഇവിടെ സംഭവം ഉണ്ട്. ഇവിടെ NH ഉണ്ട്. ഇവിടെ H ഹൈഡ്രോക്സ്. ഇത് മാറി. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സംഭവമാണ് നമ്മുടെ 5HT ഓർ 5 ഹൈഡ്രോക്സി ട്രിപ്പ് അമീൻ ആണുള്ളത്. ദർ ഈസ് നോ കാർബോക്സിലിക് ആസിഡ്. സോ അപ്പോൾ നമുക്ക് 5 ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആയി. സോ ഇതാണ് ഇവിടെ സിന്തസിസ് ഉണ്ടാക്കുക. ആൻഡ് ഇത് ന്യൂറോൺസിലാണെങ്കിലോ, ഇപ്പോൾ ന്യൂറോൺസിലാണെങ്കിൽ ഇത് സിന്തസിസ് ചെയ്ത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക വെസിക്കിൾസിനകത്തായിരിക്കും. എൻഡ്രോക്രോമാഫിൻ സെൽസിനകത്താണെങ്കിൽ അതും സ്റ്റോർ ചെയ്യുക ഗ്രാന്യൂൾസിലാക്കിയായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ആവശ്യമുള്ളപ്പോൾ അത് പൊട്ടിക്കുക, വിടുക, പരിപാടികൾ നടത്തുക, ആക്ഷൻസ് നടത്തുക. അപ്പോൾ ഇതിലെ കൂടി പോകുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ അത് പ്ലേറ്റ്ലെറ്റ്സ് ഇത് കുറച്ചെടുത്ത് പ്ലേറ്റ്ലെറ്റ്സും സൂക്ഷിച്ചു വയ്ക്കും. ആവശ്യം അനുസരിച്ചിട്ട് പ്ലേറ്റ്ലെറ്റ്സ് വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് റിലീസ് ചെയ്യും. ഇനി ഇവ എങ്ങനെയാണ് നശിക്കുക? മെറ്റബോളിസം ആണെന്ന് പറയേണ്ട. സോ ഉണ്ടാവൽ നമ്മൾ പറഞ്ഞു. ബ്രെയിനിൽ ഇതിപ്പോൾ ഇത് റിലീസ് ചെയ്യാണെന്ന് വെച്ചു. ബ്രെയിനിൽ വീണ്ടും ഞാൻ ന്യൂറോൺ എൻഡാണ് ഇവിടെ നിന്ന് ഇത് പൊട്ടി ഇങ്ങനെ വന്നു. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. കാരണം ഇവിടെ ആക്റ്റീവ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് തിരിച്ചെടുക്കുന്ന അതിന്റെ പേര് SCRT ആണ്. നമ്മൾ സിറട്ടോണിൻ റീ അപ്ടേക്ക് ട്രാൻസ്പോർട്ടർ ആണ്. അത് വെച്ചിട്ട് തിരിച്ചകത്തേക്ക് എടുക്കും. സിറട്ടോണിൻ വിട്ടുകളഞ്ഞാൽ സിറട്ടോണിൻ തിരിച്ചെടുക്കും. കാരണം സിറട്ടോണിൻ ട്രിപ്റ്റോഫാൻ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡിൽ നിന്ന് കിട്ടണം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കുറവ് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും തിരിച്ചെടുത്ത് സൂക്ഷിക്കുകയാണ്. ആസ്റ്റേക്കുള്ളിനൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, തട്ടിക്കളയാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ തട്ടിക്കളയാം. സോ തിരിച്ചെടുത്ത് സൂക്ഷിക്കുകയാണ്. സോ അതിന് നമ്മൾ അപ്ടേക്ക് എന്നാണ് പറയാം. സോ അപ്ടേക്ക് മെക്കാനിസം ആണ് ഒരു അതിന്റെ ആക്ഷൻസ് ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെപ്പ്. ഇനി ഇവിടെ മെറ്റബോളിസം നടക്കുക. ഇതിനകത്ത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ഇതിനകത്തൊരു എൻസൈം ഉണ്ട്. ഇതിന്റെ പേര് MAO എന്നാണ്. MAO മോണോ അമീൻ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. സോ ബ്രെയിനിന് പുറത്താണെങ്കിലും അത് MAO ആണ്. MAOA ആണ് പ്രത്യേകിച്ച് ബ്രെയിനിന് പുറത്താണെങ്കിൽ. സോ അതുവഴി നശിപ്പിക്കപ്പെടും. ഓക്കെ, എൻസൈംസ്. സോ ഇത് ചെയ്യുക MAO എൻസൈംസ്. ഇതിനെ ചെയ്യുക ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ എന്നാണ് അതിന് പറയാ. ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ. ഓക്കെ, ഡീഅമിനേഷൻ എന്ന് വെച്ചാൽ ഈ അമീൻ ഗ്രൂപ്പ് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് ആദ്യം MAO എൻസൈംസ് വഴി ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 5 ഹൈഡ്രോക്സി ഇൻഡോൾ അസറ്റാൽഡിഹൈഡ് ആണ് ആദ്യം കിട്ടുക. ദെൻ അതിനെ നമ്മൾ 5 ഹൈഡ്രോക്സി ഇൻഡോൾ അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റും. സോ ദിസ് ഇസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. അത് ചെയ്യാനായിട്ട് ഇവിടെ ആൽഡിഹൈഡ് ആണ് ഉണ്ടാകുന്നത്. സോ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് വഴി അത് നമുക്ക് കിട്ടും. സോ ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് ആക്ട് ചെയ്യുമ്പോൾ 5 ഹൈഡ്രോക്സി ഇൻഡോൾ അസറ്റിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. സോ ഇത് യൂറിനിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ ഇത് പുറത്തേക്ക് പൊക്കോളും. ദെൻ വേറൊരാൾ കൂടി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാവുന്ന സംഭവം അതിന്റെ പേര് 5 ഹൈഡ്രോക്സി ട്രിപ്റ്റഫോൾ ആണ്. 5 ഹൈഡ്രോക്സി ട്രിപ്റ്റഫോൾ എന്ന് പറയുന്ന സംഭവം അത് മൈനർ മെറ്റബോളൈറ്റ് ആണ്. അതുണ്ടാവുന്നത് ആൽഡിഹൈഡ് റിഡക്ടീസോ ഇവിടെ നിന്നാണ് ആൽഡിഹൈഡ് റിഡക്ടീസ് വഴി ഉണ്ടാവുന്നതാണ്. ഓക്കെ, മൈനർ മെറ്റബോൾ. ഇനി ഞാനിത് കൂടുതലായിട്ട് പറയാൻ കാരണം 5 ഹൈഡ്രോക്സി ഇൻഡോൾ അസറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ലെവൽ ഉയർന്നാൽ
എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ശരീരത്തിൽ പ്രത്യേകിച്ച് GIയിൽ ധാരാളമായിട്ട് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ്റെ മെറ്റബോളിസം കൂടുതൽ നടക്കുന്നുണ്ടെന്നാണ്. സോ അതിന് വേറൊരർത്ഥം കൂടി ഉണ്ട്. വയറ്റിൽ ഈ സെൽസ് എൻഡോക്രൊമാഫിൻ സെൽസ് വളരെയധികം കൂടുതലുണ്ടെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ GI കാർസിനോമ വയറ്റിനകത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർക്കർ കൂടിയാണ് ദിസ് 5-ഹൈഡ്രോക്സി ഇൻഡോൾ അസെറ്റിക് ആസിഡ് ലെവൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ ചാൻസ് ഫോർ GI കാർസിനോമ. ഇനി ഈ ട്രിപ്റ്റോഫാനിൽ നിന്ന് വേറൊരാൾ കൂടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ മാത്രമല്ല ഉണ്ടാവുക, വേറൊരാൾ കൂടി ഉണ്ട്. ഒരു വൈറ്റമിൻ ആണ്, നമുക്ക് പേരൊക്കെ അറിയാം. അതിന്റെ പേര് നിയാസിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ കൂടി ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ക്യാൻസറിൽ എന്താ സംഭവിക്കുക? ക്യാൻസറിൽ ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നിയാസിന്റെ എമൗണ്ട് കുറയുക കൂടി ചെയ്യും എന്ന് കൂടി ഓർത്തിരിക്കുക. സോ ഈ ക്യാൻസർ വരുമ്പോൾ നമുക്കപ്പോൾ നിയാസിൻ എന്നുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇനി പ്രോസസ്സിൽ നമുക്ക് മരുന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടോ എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാർമക്കോളജി ആണല്ലോ നമ്മുടെ പ്രധാന ടോപ്പിക്. സോ 5HT ഉണ്ടാവുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന ഈ എൻസൈമിനെ തടയുന്ന ഒരു മരുന്നുണ്ട്. ഈ മരുന്നിന്റെ പേരാണ് ടെലോട്രിസ്റ്റാറ്റ് ഈതൈൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5HT ഉണ്ടാവുന്നത് കുറയ്ക്കും. 5HT ഉണ്ടാവുന്നത് കുറയ്ക്കുമ്പോൾ വയറ്റിനകത്ത് കാർസിനോയിഡ് സിൻഡ്രോം, ക്യാൻസർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡയറിയ, വയറിളക്കം തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ അതിനുപയോഗിക്കുന്ന കാർസിനോയിഡ് സിൻഡ്രോമിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ടെലോട്രിസ്റ്റാറ്റ് ഈതൈൽ. സാധാരണ രീതിയിൽ ഇതല്ല ഫസ്റ്റ് ലൈൻ ഡ്രഗ് നമുക്കറിയാവുന്നത് ഒക്ട്രിയോടൈഡ് എന്ന് പറയുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ അനലോഗാണ് സാധാരണ എപ്പോഴും ഇതിനു വേണ്ടി കൊടുക്കുക. ഇത് ഫലിക്കുന്നില്ലെങ്കിൽ റിസർവ് ഡ്രഗ് ആയിട്ട് നമുക്ക് ടെലോട്രിസ്റ്റാറ്റ് ഈതൈൽ പുതിയൊരു മരുന്നാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. സോ അതാണ് ഇതിന്റെ ഉപയോഗം. ഇനി ഇതേ പരിപാടി ചെയ്യുന്ന വേറൊരു മരുന്ന് കൂടിയുണ്ട്, പക്ഷെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. അതിന്റെ പേര് പാരാക്ലോറോഫിനൈൽ അലാനാണ്. ഇത് ലാബിൽ പരീക്ഷണങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഇവിടെ ബ്രെയിനിൽ നിന്ന് ഇത് റിലീസ് ചെയ്യുന്നു, ദെൻ തിരിച്ചെടുക്കുന്നു. ഈ തിരിച്ചെടുക്കൽ തടയുന്നു SCRT ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ SSRIs. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആന്റി ഡിപ്രസന്റ് മരുന്നാണ് ഫ്ലൂഓക്സമിൻ പോലെയുള്ള മരുന്നുകൾ. ദെൻ വെൻലാഫാക്സിൻ പോലെയുള്ള SNRIs, ലീവോവെൻലാഫാക്സിൻ. സോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഉണ്ട്. സോ ഇതെല്ലാം ആന്റി ഡിപ്രസൻസ് ആണ്. ദെൻ ഇത് തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ വെസിക്കിൾസിനകത്തേക്ക്, ഇത് വെസിക്കിൾ ആണെങ്കിൽ ഇതിനകത്തേക്ക് വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് തടയുന്ന മരുന്നുകൾ റിസർപ്പിന് തടയാൻ പറ്റും. ഫെൻഫ്ലൂറമിൻ പോലെയുള്ള മരുന്നുകൾക്ക് ഇത് തടയാൻ പറ്റും. ഇനി ഇതിവിടെ MAO വഴി നശിപ്പിക്കുന്ന, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയാലും MAO വഴി നശിപ്പിക്കുന്നതിന് തടയുന്ന മരുന്നുകളാണ് ട്രാനൈൽ സൈപ്രമിൻ പോലെയുള്ള മരുന്നുകൾ. ദെൻ പിന്നെ ഏതൊക്കെയായിരുന്നു? സെലിജെല്ലിനുണ്ട്, മൊക്ലോബമൈഡ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അത് MAO ഇൻഹിബിറ്റേഴ്സ് ആണ്, പലതരം MAO ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഇതെല്ലാം 5HT ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്ററി റോൾ അല്ല നമ്മൾ പ്രധാനമായിട്ടും ഓട്ടാക്കോയിഡ് ആയിട്ടുള്ള 5HT ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. എങ്കിലും നമ്മളിവിടെ സെറട്ടോണിൻ 5HT എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നത് മാത്രമാണ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ദ റോൾ ഓഫ് 5HT ആണ്. ശരീരത്തിൽ ഇവ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ബിക്കോസ് ഒരുപാട് റോൾ ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഒരേ സമയം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് കളയുന്ന ഒരു ടീമാണ് ദിസ് 5HT. സോ 90% 5HT ഉള്ള എവിടെയാണെന്ന് പറഞ്ഞാൽ അത് GITയിലാണ്. GITയിൽ എൻഡറോക്രോമാഫിൻ സെൽസിലാണ്. സോ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഈസ് ഇൻ ദ GIT തന്നെ ആയിരിക്കണമല്ലോ. സോ GITയിലെ ബവൽ മൂവ്മെന്റ്, പെരിസ്റ്റാലിസിസ് അല്ലെങ്കിൽ മോട്ടിലിറ്റി ഓഫ് ദ GI. സോ GI മോട്ടിലിറ്റിയിലാണ് പ്രധാനപ്പെട്ട റോൾ ഓഫ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ഉള്ളത്. സോ ഇവിടെ GI ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭക്ഷണം ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ള സെല്ലുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇവിടെ സെൻസറി നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ സെൻസറി നെർവ് എൻഡിങ്സിൽ ആദ്യം റിലീസ് ചെയ്യുക 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആണ്. അതാണ് പിന്നെ അസിറ്റൈൽ കോളിനെയൊക്കെ റിലീസ് ചെയ്യിപ്പിക്കും. സോ GI ഓർ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. സോ ഫസ്റ്റ് റോൾ അതാണ്. രണ്ടാമത്തത് ഒരേ സമയം GITയുമായിട്ട് ബന്ധപ്പെട്ടതും അതേസമയം തന്നെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് നൗസിയ അല്ല, പ്രധാനം വോമിറ്റിംഗ്. ഇൻ വോമിറ്റിംഗ്, ഛർദിൽ ഇത് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സോ ഇതിനെ തടഞ്ഞാൽ നമുക്ക് ഛർദിൽ തടയാൻ പറ്റും. സോ ബ്രെയിനിലെ ഇപ്പോൾ മെഡുല്ല, ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ ഇത് മെഡുല്ല ആണെങ്കിൽ ഇവിടെ കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. സോ അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതിനെ നമ്മൾ വോമിറ്റിംഗ് സെന്റർ എന്നാണ് പറയാ. CTZ കീമോ റിസെപ്റ്റർ ട്രിഗർ സോൺ, അവിടെ ഏരിയ പോർ സ്ട്രീമ, ന്യൂക്ലിയസ് ട്രാക്ട് സോളിറ്റാരിസ്. സോ ഇവയിലൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഛർദിൽ ഉണ്ടാക്കുക. ആക്ച്വലി ഛർദിൽ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ശരീരത്തിൽ അപകടകരമായ സംഭവങ്ങൾ, എന്തെങ്കിലും രാസവസ്തുക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ഇതിനെ ഉത്തേജിപ്പിച്ചിട്ട് അപ്പോൾ GITയിലെ മൂവ്മെന്റ് കൂട്ടിയിട്ട് പുറത്തേക്ക് സ്റ്റൊമക്കിൽ നിന്ന് സാധനങ്ങൾ എക്സ്പെൽ
പുറത്തേക്ക് തള്ളുക. സോ അതാണ് പ്രധാനപ്പെട്ട റോൾ, വോമിറ്റിംഗ്. സോ ഇതിനെ തടയുന്ന മരുന്നുകൾ നമ്മൾ ഓണ്ടാൻസെട്രോൺ പോലെയുള്ള മരുന്നുകൾ വോമിറ്റിംഗ് തടയാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ റോൾ പിന്നെ ഉള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഒരുപാട് റോളുകളുണ്ട്. ഇപ്പോൾ സന്തോഷത്തിന്റെ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ. സോ 5-HTക്ക് സന്തോഷത്തിൽ റോളുണ്ട്, ഡോപ്പമിന് റോളുണ്ട്, ഓക്സിറ്റോസിന് റോളുണ്ട്, ഓപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് ലൈക്ക് എൻകെഫലിൻസ്, എൻഡോർഫിൻ. സോ ഇവയ്ക്കൊക്കെ സന്തോഷത്തിൽ പ്രധാനപ്പെട്ട റോളുകളാണ്. സോ അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ദിസ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ. സോ CNS ഇത് ചെറുതായിട്ട് ഉറക്കം ഉണ്ടാക്കുന്ന സാധനമാണ്. സോ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യും. ദെൻ ടെൻഷൻ കുറയ്ക്കും, ഡിക്രീസ് ആങ്സൈറ്റി, ടെൻഷൻ അങ്ങനെയൊക്കെ കുറയ്ക്കുന്ന ഒരാൾ കൂടിയാണ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ. സോ ഹാപ്പിനെസ് ഹോർമോൺ അല്ല, ഹാപ്പിനെസ് കെമിക്കൽ എന്നൊക്കെ നമ്മൾ 5-HT വിളിക്കും. സോ ബ്രെയിനിൽ 5-HT കുറഞ്ഞാൽ എന്ത് പറ്റും? ബ്രെയിനിൽ 5-HT കുറയുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഡിസീസാണ് ഡിപ്രഷൻ. സോ ആന്റി ഡിപ്രസൻസ്, SSRIs, NRIs, RIs, NASA. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം 5-HT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളാണ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഡിപ്രഷനിൽ അല്ലെങ്കിൽ ബ്രെയിനിലെ ഒരു ഉണർച്ചയില്ലായ്മ, നിരാശ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറയ്ക്കുന്ന ഒരു റോൾ ഇതിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അമിതമായിട്ട് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ അയാളെ നമ്മൾ സൈക്കോട്ടിക് എന്ന് വിളിക്കും, ഷിസോഫ്രീനിയ. ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. സോ അത് 5-HT2A ആന്റഗോണിസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ക്ലോസപ്പിൻ പോലെയുള്ള മരുന്നുകളൊക്കെ. സോ ഇൻ സൈക്കോസിസ് പ്രത്യേകിച്ച് മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ കുറയുന്നതാണ് സൈക്കോസിന്റെ നെഗറ്റീവ് സിംറ്റംസ് ഒക്കെ വരാനുള്ളൊരു കാരണം. സോ അത് തടയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ദിസ് 5-HT2A ആന്റഗോണിസ്റ്റ് ആണ്. സോ ഇറ്റ് ഹാസ് എ റോൾ ഇൻ സൈക്കോസിസിൽ ഒരു റോൾ ഉണ്ട്. സോ ഞാൻ ബ്രെയിനിലെ ഫിസിയോളജിക്കൽ റോൾ മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫിസിയോളജിക്കൽ പ്ലസ് പാത്തോളജിക്കൽ റോൾ കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ, ഇനി ബ്രെയിനിലെ ഉറക്കം നമ്മൾ പറഞ്ഞു. 5-HTയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോൺ, ഈ 5-HT ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിപ്പോൾ 5-HT ആണെന്ന് വിചാരിച്ചാൽ ഇനി സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നില്ല. അത് ആദ്യം N അസറ്റിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വഴി അസറ്റിലേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ഒരു മീത്തോക്സി ഗ്രൂപ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളുടെ പേര് N-അസറ്റൈൽ-5-മീത്തോക്സിട്രിപ്റ്റമിൻ എന്നാണ് ആ സാധനത്തിന്റെ പേര്. ഈ സാധനം നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കാം, പക്ഷേ ഇതിന്റെ വേറൊരു പേരുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ്. അയാളെ നമ്മൾ വിളിക്കുക മെലാറ്റോണിൻ എന്ന് പറയുന്നതാണ്. സോ മെലാറ്റോണിൻ ഉണ്ടാവുന്നത് 5-HTയിൽ നിന്നാണ് മെലാറ്റോണിൻ ഉണ്ടാവുക. സോ മെലാറ്റോണിൻ നമുക്കറിയാം എന്തിനൊക്കെയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയണൽ വേരിയേഷൻസ്, രാത്രി പകൽ, സിർക്കാഡിയൻ റിതം, ഇപ്പൊ മൃഗങ്ങളിലൊക്കെ ആണെങ്കിൽ വിന്റർ ഹൈബർനേഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, സെക്ഷൽ മീറ്റിംഗ്. സോ ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ ഉള്ളതാണ് മെലാറ്റോണിൻ. പക്ഷേ ഈ മെലാറ്റോണിൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ ഉണ്ടാകണം. സോ 5-HT കുറഞ്ഞു കഴിഞ്ഞാൽ മെലാറ്റോണിൻ കുറവായിരിക്കും. സോ ദിസ് ഇസ് അനദർ റോൾ ഓഫ് 5-HT. ഇനി 5-HTക്ക് ബ്ലഡ് വെസൽസിൽ റോൾ ഉണ്ട്. ബ്ലഡ് വെസൽസ് ആൻഡ് ഓൾസോ സ്മൂത്ത് മസിൽ. ബ്ലഡ് വെസൽസിൽ ഇപ്പോൾ ഇത് എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്, എൻഡോത്തീലിയൽ സെൽസിലും റോൾ ഉണ്ട്. ഇതിന് ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസിലും റോൾ ഉണ്ട്. എൻഡോത്തീലിയൽ സെൽസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നൈട്രസ് ഓക്സൈഡ് റിലീസ് ചെയ്യും. സോ ദിസ് കോസസ് വാസോഡയലേഷൻ. എൻഡോത്തീലിയൽ സെൽസിൽ ആക്ട് ചെയ്തിട്ട് വാസോഡയലേഷൻ ഉണ്ടാക്കുക. പക്ഷേ വെൻ ഇറ്റ് ആക്ട്സ് ഹിയർ, ഇവിടെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് വാസോ കൺസ്ട്രിക്ഷൻ ആണ്. ബിക്കോസ് ഓഫ് സ്മൂത്ത് മസിൽ വാസോ കൺസ്ട്രിക്ഷൻ, ബിക്കോസ് ഓഫ് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ. സ്മൂത്ത് മസിൽ ചുരുങ്ങുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ. സോ എവിടെയാണ് ഇത് വാസോ കൺസ്ട്രിക്ഷൻ കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെനിഞ്ചിയൽ ബ്ലഡ് വെസൽസ് ഓർ ക്രേനിയൽ ബാർ മെനിഞ്ചിയൽ ബ്ലഡ് വെസൽസിൽ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാം 5-HT. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. സോ മൈഗ്രെയിനിൽ നമ്മൾ 5-HTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രഗുകൾക്ക് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ഇനി മറ്റു ചില സ്മൂത്ത് മസിൽസ്, ബ്രോങ്കായി, അവിടെയുള്ള സ്മൂത്ത് മസിൽസിനെ ചുരുക്കാം. ദെൻ GIT നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. GITയിലെ അവിടെയുള്ള മസിൽസിനെ ചുരുക്കുന്നുണ്ടാണല്ലോ GI കൺട്രാക്ഷൻ കൂടുതൽ ഉണ്ടാക്കുക. റെസ്പിറേറ്ററി സിസ്റ്റം, യൂറിനറി ബ്ലാഡർ, ഇങ്ങനെയുള്ള സ്മൂത്ത് മസിൽസിലൊക്കെ ദിസ് ക്യാൻ കോസ് കൺട്രാക്ഷൻ. അപ്പോൾ വാസോഡയലേഷൻ, വാസോ കൺസ്ട്രിക്ഷൻ ബിക്കോസ് എൻഡോത്തീലിയൽ സെൽസിലുള്ള ആക്ഷൻ ആണ്. വാസോ കൺസ്ട്രിക്ഷൻ ബിക്കോസ് സ്മൂത്ത് മസിൽസിലുള്ള ആക്ഷൻ. ഇനി അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആണ്. 5-HT ഈസ് ആൻ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവമാണ് 5-HT. ഹിസ്റ്റമിൻ കഴിഞ്ഞാൽ പിന്നെ 5-HT. സോ ഇവിടെ ഒരു മുറിവ് പറ്റാന്ന് വെച്ചോ, ഇവിടെ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്ക് പോകും. സോ ഇതുമായിട്ട് മുട്ടി കഴിയുമ്പോൾ പല പ്രശ്നങ്ങൾ, അവിടെ രക്തം കട്ട പിടിക്കൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കും. സോ പ്ലേറ്റ്ലെറ്റ്സ് കട്ട പിടിക്കാൻ സഹായിക്കുന്നത് 5-HT ആണ്. സോ പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. മുറിവ് അല്ലെങ്കിൽ ഇഞ്ചുറി ഉള്ള സ്ഥലത്ത് അല്ലാതെയും 5-HT വന്നാൽ ആദ്യം അവിടെ എന്ത് പറ്റും? ആദ്യം അവിടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദിസ് എൻഡോത്തീലിയൽ സെൽ. പിന്നെ അതിനുശേഷം അത് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ മുറിവുള്ള സ്ഥലത്ത് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും.
പിന്നെയും ബ്ലീഡിങ് നിൽക്കും. അതാണ് ഒരു ആക്ഷൻ. സോ വാസോ ഡയലേഷൻ ഉണ്ട്, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ഇതെല്ലാം നമുക്ക് ഇൻഫ്ലമേഷൻ അടുത്ത റോള് ഇൻഫ്ലമേഷനിലെ റോളായിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ ഇതിനെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് കൊടുക്കാന്ന് വെച്ചോ, ഇത് ബ്ലഡ് വെസലിലാണെങ്കിൽ IV ആയിട്ട് നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് 5HT മൃഗങ്ങളിലൊക്കെ കൊടുക്കത്തുള്ളൂ, നമുക്ക് മനുഷ്യരിലേക്കൊന്നും കൊടുക്കാറില്ല. IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം BP കുറയ്ക്കും. സോ ഇത് BP ആണെങ്കിൽ ആദ്യം ഇച്ചിരി BP കുറയ്ക്കും, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു BP അങ്ങ് കൂടും, പിന്നെ ഇങ്ങനെ BP കുറയും. സോ ഇറ്റ്സ് എ ട്രൈഫേസിക് റെസ്പോൺസ് എന്നാണ് നമ്മൾ അതിന് പറയാം. ആദ്യം BP കുറയ്ക്കാൻ കാരണം കൊറോണറി, ഹൃദയത്തിന്റെ ബ്ലഡ് വെസൽസ് ഉള്ള കൊറോണറി റിഫ്ലക്സ് മൂലമാണ്, കീമോ റിഫ്ലക്സ് മൂലമാണ് BP ആദ്യം താഴുക. പിന്നെ ഉയരുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങുന്നത് മൂലമാണ്. രക്തക്കുഴലുകൾ ചുരുങ്ങുമ്പോൾ BP വർദ്ധിക്കും. പിന്നെ അതിനുശേഷം എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്ക് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുമ്പോൾ BP ക്രമാനുഗതമായിട്ട് താഴുകയും ചെയ്യും. സോ സ്റ്റഡി ഫോൾ ഇൻ BP. ഇനി BPയിൽ അല്ലാതെ എവിടെയെങ്കിലും പാത്തോളജിക്കൽ റോൾ ഉണ്ടോ എന്ന് വെച്ചാൽ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഗർഭിണികളിലൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇത് ഹാസ് ഗോട്ട് സം റോൾ. ഇനി അടുത്ത റോൾ ഇൻ പെയിൻ ആണ്. വേദനയിൽ എന്താണ് ഇതിന് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻ സിഗ്നലിംഗ് എന്ന് വെച്ചാൽ വേദന മുകളിലേക്ക് പോകുന്നതിനെ നമ്മൾ പെയിൻ പാത്വേ എന്ന് പറയും. വേദന വേണ്ട എന്ന് പറഞ്ഞ് ബ്രെയിനിൽ നിന്ന് റോൾ വരുന്നതിനെ നമ്മൾ അനാൾജസിക് പാത്വേ എന്നാണ് പറയുന്നത്. അനാൾജസിക് പാത്വേ. സോ പെയിൻ പാത്വേ ആണ്. സോ പെയിൻ പാത്വേ ഇത് ഇൻഹിബിറ്റ് ചെയ്യും, അനാൾജസിക് പാത്വേ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ അനാൾജസിക് പാത്വേ ബ്രെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പല സ്ഥലത്തും ന്യൂറോ ട്രാൻസ്മിറ്റർ 5HT നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പല ന്യൂറോപ്പതിക് പെയിൻ, ഫൈബ്രോമയാൾജിയ പോലെയുള്ള അസുഖങ്ങളിൽ നമ്മൾ SNRIs നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണത്തിന് ഡുലോക്സെറ്റിൻ, മിൽനാസിപ്രാം ഇതെല്ലാം SNRIs ആണ്. സോ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ദിസ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ന്യൂറോപ്പതിക് പെയിൻ, ഫൈബ്രോമയാൾജിക് പെയിനിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി സ്കിന്നിൽ ഇതിന് റോളുണ്ട്. സ്കിന്നിൽ സെൻസറി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു റോളുണ്ട്. സോ അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് എന്താക്കി ഉണ്ടാകുന്നത്, ഇച്ചിങ്, ചൊറിച്ചിൽ, ടിങ്ങിങ് സെൻസേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ടിക്ലിങ് അങ്ങനെയൊക്കെയുള്ള സെൻസേഷൻ ഉണ്ടാക്കാനും 5HTക്ക് പറ്റും. ഹിസ്റ്റമിൻ ഓൾസോ ആ സിമിലർ റോൾ ഉള്ള സംഭവമാണ്. ഇനി ബോണിനകത്ത് ബോൺ മോഡുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബോണിന്റെ മെയിൻ്റനൻസിന്, ഓസ്റ്റിയോപോറോസിസ് തടയാനൊക്കെ ആയിട്ട് ദിസ് 5HT ഹാസ് എ റോൾ ഉള്ളതാണ്. ഇനി ഗ്ലാൻസിലാണെങ്കിലോ, ഗ്ലാൻസിൽ നിന്ന് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നു, പലവിധ സെക്രീഷൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റൊമക്ക് ആണെങ്കിൽ സ്റ്റൊമക്കിനകത്ത് നിന്ന് ആസിഡും പെപ്സിനും കുറച്ച് അവിടെ മ്യൂക്കസ് വർദ്ധിപ്പിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഹാസ് ഗോട്ട് ആൻ ആന്റി അൾസർ എഫക്റ്റ് ഉണ്ട്. സ്റ്റൊമക്കിൽ പ്രോകൈനറ്റിക് ആക്ഷൻ കൂടിയുണ്ട്, GI മൂവ്മെന്റ് കൂട്ടുന്ന ആക്ഷൻ ഉണ്ട്. ദെൻ വേരിയന്റ് അഞ്ചൈന, അതിനകത്ത് റോൾ ഉണ്ട്, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളൊന്നും അവൈലബിൾ അല്ല. ദെൻ റെയ്നോൺസ് ഫിനോമിനം ആയിട്ട് ബന്ധപ്പെട്ട് പെരിഫറൽ വാസ്കുലർ ഡിസീസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കാർസിനോയിഡ് സിൻഡ്രോമിൽ ആക്ഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഞാൻ വിട്ടുപോയി. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇതിന്റെ ആക്ഷൻ എന്ന് വെച്ചാൽ ബ്രോങ്കയെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുക, ചുരുക്കുക എന്നുള്ളതാണ്. സോ ബ്രോങ്കയെ ചുരുക്കുക എന്നുള്ളതാണ് ആക്ഷൻ. കുറഞ്ഞ അളവിൽ റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ കൂടിയ അളവിൽ റെസ്പിറേഷൻ മാറ്റിയിട്ട് അപ്നിയ, ശ്വാസം മുട്ടായിരിക്കും ഉണ്ടാക്കുക. ഇനി ഹൃദയത്തിൽ ഹൃദയമിടിപ്പ് കുറയ്ക്കും. സോ കാർഡി ഉണ്ടാക്കാം. അത് ബിക്കോസ് ഓഫ് ദിസ് ഡ്യൂ ടു കൊറോണറി കീമോ റിഫ്ലക്സ് മൂലമാണ് ഇതൊക്കെ ഉണ്ടാവുക. വെൻ ഇറ്റ് ഈസ് ഗിവൺ, ഇത് ബ്ലഡ് വെസൽസിലേക്ക് ഡയറക്റ്റ് കുത്തിച്ചു കഴിഞ്ഞാൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. ഇതെല്ലാം നമ്മൾ മരുന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5HT കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആക്ഷൻസ് ആണ്. ഇനി 5HT ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോളുണ്ട്, ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, വിശപ്പ് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ 5HT ആയിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്ന് കൊടുക്കും. വിശപ്പ് കുറയ്ക്കാനോ തടി കുറയ്ക്കാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 5HT ആയിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ദെൻ സെക്ഷുവൽ ആക്ടിവിറ്റി ഞാൻ പറയാൻ വിട്ടു, ഇതാണ് സെക്ഷുവൽ ആക്ടിവിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലിബാൻസറിൻ പോലെയുള്ള മരുന്നുകൾ, റെഡ്യൂസ്ഡ് ഫീമെയിൽ സെക്ഷുവൽ ആക്ടിവിറ്റി പ്രീ മെനപ്പോസൽ വുമണിൽ, അതിനെതിരെ കൊടുക്കുന്ന മരുന്നാണ്. 5HT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ ഉള്ള മരുന്നാണ്. ദെൻ SSRI ഒക്കെ കൊടുക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഡിലേഡ് ജാക്കുലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ. സോ അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ല, പക്ഷേ പിനൈൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാപ്പോക്സിറ്റിൻ പോലെയുള്ള മരുന്നുകൾ വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സെക്ഷുവൽ ആക്ടിവിറ്റി ഓഫ് മെൻ ആൻഡ് ഫീമെയിൽ, അതിലും 5HT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ റോൾ, പാത്തോളജിക്കൽ റോൾ ആൻഡ് ഓൾസോ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഓഫ് 5HT. അപ്പോൾ ഒരുപാട് ആക്ഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയേണ്ടത് 5HT റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പറയണം. ദെൻ അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ് പോലുള്ള ഡ്രഗുകൾ ഏതാണ്, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ട് പറയാം. ആൻഡ് റിസപ്റ്റേഴ്സിനെ കുറിച്ചും പറയും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.